السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، تخالف للغير وحدانية في الذات أو صفاته العلية والفعل، فالتأثير ليس إلا للواحد القهار جل وعلا. മുഖാലഫത്തുൽ ഹവാദിസ് കഴിഞ്ഞിട്ട് പിന്നെ അൽ വഹദാനിയ സെൽബിയായ 5 സിഫത്തുകളിൽപ്പെട്ട 5ാമത്തെ സിഫത്ത് ഏകനായിരിക്കുക. വഹാമിസു സിഫാത്തിൽ സൽബിയ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജലാലിയത്തിന്റെ സിഫത്ത് എന്നാണ് അതിന് പറയാം. ജലാലിയത്തിന്റെ സിഫത്താവുന്ന സൽബിയായ സിഫത്തുകളിൽ നിന്നുള്ള 5ാമത്തെ സിഫത്താവുന്നത് വഹദാനിയത്തുൻ, വഹദാനിയത്താണ്. എന്താണ് വഹദാനിയത്ത്? വഹദാനിയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാറത്തുൻ അൻ സൽബിൽ കസറത്തി ഫി ദാത്തി വസ്സിഫാത്തി വൽ അഫ്ആൽ. ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ ഒന്നിലധികം ഇല്ലാതിരിക്കുക, അപ്പോഴാണല്ലോ സൽബാകുക. അതായത് ദാത്തിൽ ഒരുവനാവുക എന്ന് പറഞ്ഞാൽ ദാത്ത് ഒന്നിലധികം ഇല്ലാതിരിക്കുക. സിഫാത്തിൽ ഒരുവനാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തുകള് ഒരേ സിഫത്ത് ഒന്നിലധികം ഇല്ലാതിരിക്കുക. അള്ളാഹുവിന്റെ സിഫത്ത് പോലത്തെ സിഫത്ത് മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കുക, 2 വിട്ട്. വൽ അഫ്ആലിൽ ഒരുവനാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എല്ലാം സൃഷ്ടിക്കുന്നവൻ, ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നവൻ. അതല്ലാത്ത ഒരാൾക്കും ഒന്നും സൃഷ്ടിക്കാനോ ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാക്കാനോ കഴിയുകയില്ല. അപ്പൊ ദാത്ത്, സിഫാത്ത്, അഫ്ആല് എന്നിവയിൽ ഒരുവനായിരിക്കുക എന്ന് പറഞ്ഞാൽ തഅദ്ദുദ് ഇല്ലാതിരിക്കുക. അത് 2 എന്തേ പറയും. തഅദ്ദുദിന്റെ മേലറിയിക്കുന്നതിന് കമ്മിയത്ത് എന്നാണ് പറയാം. കമ്മിയത്ത് 2 അതിണ്ട്. കമ്മ് മുത്തസില്, കമ്മ് മുൻഫസിൽ. അല്ലാഹു തആലയുടെ ദാത്തിൽ അവൻ വഹദാനിയത്തുള്ളവനാണെന്ന് പറഞ്ഞാൽ മുത്തസിലായ കമ്മുമില്ല, മുൻഫസിലായ കമ്മുമില്ല. മുത്തസിലായ കമ്മ് എന്ന് പറഞ്ഞാൽ വലിയൊരു തടി, അതിന്റെ പൗതി, മുക്കാല്, 4/1, 10/1, മേലേ തല, താഴെ തല, ഇടത്തെ ഭാഗം, വലത്തെ ഭാഗം, ഇങ്ങനെ വിഭജിക്കാൻ കഴിയുന്നതല്ല. അല്ലാഹു തആലയുടെ ദാത്ത് പലതുകൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടതല്ല. മറ്റൊന്ന് കമ്മ് മുൻഫസിൽ പറഞ്ഞാൽ അള്ളാഹുവിനെ പോലത്തെ ദാത്ത് വേറൊന്നില്ല. അള്ളാഹുവിന്റെ ദാത്ത് ആ ദാത്ത് മാത്രമേ ഉള്ളൂ, അതിന് സമാനമായ മിസിലായ ഒരു ദാത്ത് ഇല്ല. അപ്പോ അള്ളാഹുവിന്റെ ദാത്തിനെ പോലെ ഒന്നിലധികം ദാത്ത് ഉണ്ടാവുമ്പം മുൻഫസിലായ കമ്മ് എന്ന് പറയും. അള്ളാഹുവിന്റെ ദാത്ത് അത് തന്നെ പലതായി വിഭജിക്കാൻ പറ്റുന്നു. മേൽഭാഗം, താഴ്ഭാഗം, ഇടത് ഭാഗം, വലത് ഭാഗം, മുൻഭാഗം, പിൻഭാഗം, ഇങ്ങനെ വിഭജിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പൗതി 4/1, 10/1 ഇങ്ങനെ വിഭജിക്കാൻ പറ്റുന്നുണ്ടോ? അതൊപ്പം മുറക്കബാന്ന് വരും. അജ്സാ എന്നല്ലേ നമ്മൾ പറഞ്ഞില്ലേ? ഏത് അഖലിയ അജ്സാ, വുജൂദിയ അജ്സാ, അല്ലെങ്കിൽ ജവാഹിർ ഫർദത്ത് കൊണ്ടിട്ടുള്ള മുറക്കബായ അജ്സാ, അല്ലെങ്കിൽ മിഖ്ദാരിയായ അജ്സാ. ഈ ഒരു ജുസ് കൊണ്ട് മുറക്കബല്ല അല്ലാഹു തആല ജുസുകൾ ഇല്ല. തജസിയ സ്വീകരിക്കുന്നതല്ല. തജസിയ സ്വീകരിക്കാൻ 10/1, 4/1, മേൽഭാഗം, താഴ്ഭാഗം, ഇടത് ഭാഗം, വലത് ഭാഗം എന്ന് പറഞ്ഞാൽ തജസ്സിനെ സ്വീകരിച്ച് അത് കമ്മ് മുത്തസില ഒരു ദാത്ത് തന്നെയാണ്. അതിനിങ്ങനെ പലതായിട്ട് വിഭജിക്കാൻ പറ്റില്ല. മറ്റേത് കമ്മ് മുൻഫസിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിൽ നിന്നിട്ട് വേർതിരിഞ്ഞ് അള്ളാഹുവിന്റെ ദാത്തിന് തുല്യമായ വേറൊരു ദാത്ത് ഉണ്ടാകുക. അങ്ങനെയുള്ള കസറത്ത് അദദിനെ തൊട്ട് മുഖദ്ദസായവന് എന്ന് പറഞ്ഞാൽ ഐ അദമുൽ ഇസ്നൈനിയ, അദദില്ലാതിരിക്കാന്ന്. എന്താ ഇസ്നൈനിയ എന്ന് പറഞ്ഞിട്ട് അദദില്ലാതിരിക്കാൻ അർത്ഥം വെക്കുന്നത്? ഇസ്നൈനിയ എന്ന് പറഞ്ഞാൽ എന്നാ മബദോ തഅദ്ദുദ്, അദദ് തുടങ്ങണത് 2 അപ്പൊ 1 അദദല്ലാതാ, 1 തുടക്കല്ലേ, ഒന്നും കൂടുമ്പോഴാണ് 2 ഉണ്ടാകുന്നത്. അപ്പൊ 2 ഇല്ല എന്ന് പറഞ്ഞാൽ തഅദ്ദുദില്ല എന്നർത്ഥം. എന്തിൽ തഅദ്ദുദില്ലാന്ന്? ഫിദ്ദാത്തി അനാദി ദാത്തിഹി തആല, അല്ലാഹു തആലാന്റെ മുഖദ്ദസായ ദാത്തിൽ തഅദ്ദുദില്ല. എങ്ങനെ തഅദ്ദുദ്? ഇത്തിസാലൻ, മുത്തസിലായ തഅദ്ദുദില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അജ്സാ മുത്തസിലത്തുകളെ കൊണ്ടിട്ട് നമ്മൾ പറഞ്ഞേക്ക് വിഭജിക്കാൻ പറ്റുന്ന പൗതി, മുക്കാല്, ഇടത്, വലത്, മേലെ, താഴെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മുത്തസിലായ കമ്മ മുത്തസിലില്ല. വംഫിസാലൻ തന്നെ കമ്മ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിന് തുല്യമായ വേറൊരു ദാത്ത് ഉണ്ടാകുക. അങ്ങനെ 2 ജാതി മുത്തസിലായ കമ്മുമില്ല, കമ്മ് പറഞ്ഞത് മുത്തസിലായ കമ്മുമില്ല, മുൻഫസിലായ കമ്മുമില്ല.
അപ്പോഴേ ദാത്തിലുള്ള വഹദാനിയത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണം, വഹദാനിയത്തു ദാത്തി, അള്ളാഹുവിന്റെ ദാത്ത് ഒരുവനാവുക എന്നത് തംഫി, ആ വഹദാനിയത്ത് എന്നത് നഫി ചെയ്യുന്നു അൻഹു തആല, അള്ളാഹുവിനെ തൊട്ടിട്ട് അൽ കമ്മൽ മുത്തസില വൽ മുൻഫസില, രണ്ട് തരം കമ്മ്, മുത്തസിലായ കമ്മ്, മുൻഫസിലായ കമ്മ്. ഇതൊക്കെ എവിടെ പറഞ്ഞതാ? മൈബദി പറഞ്ഞതാ. മൈബദി ഓതാഞ്ഞാലും ഇപ്പറഞ്ഞേക്കന്നെ മന്തിക്ക് ഓതാത്തോനെ ഇൽമുൽ കലാമ് തിരിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇൽമുൽ കലാമിന്റെ മാലഹുമാല ഈ തിരിഞ്ഞ് ഓതണമെങ്കിൽ ചുരുങ്ങിയത് മൈബദിന്റെ മക്കാലാത്ത് അശ്രെങ്കിലും ഓതണം. 9 അറുകളും ഒരു ജോഹറും ഉൾക്കൊള്ളുന്ന മക്കാലാത്ത് അശ്ർ. അവിടെ ഇതൊക്കെ പറയാം. കമ്മ് അറുകളിൽപ്പെട്ട ഒരു അറുളാണ്. അത് രണ്ടിയാതി, കമ്മ മുത്തസില്, കമ്മ മുഫസിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐ തംഫിൽ അദദ ഫിദ്ദാത്തി, ദാത്തിൽ അദദിനെ നിഷേധിക്കുന്നു. വഹദാനിയത്താണ് എന്നല്ല, ഒന്നിലധികം ദാത്തില്ല. ഈ തഅദ്ദുദ് മുത്തസിലും കാന, ഈ തഅദ്ദുദ് ദാത്തിൽ തന്നെ ചേർന്ന് നിൽക്കുന്നതായാലും വേണ്ടില്ല, അത് മുൻഫസിൽ അല്ലെങ്കിൽ വേർപിരിഞ്ഞ് നിൽക്കുന്നതായാലും വേണ്ടില്ല. കമ്മ മുത്തസിലായാലും വേണ്ടില്ല, കമ്മ മുൻഫസിലായാലും വേണ്ടില്ല. അതായത് ഫതംഫി, ഈ വഹദാനിയത്ത് നിഷേധിക്കുന്നു അത്തർക്കീബ ഫീ ദാത്തിഹി, അതിലൂടെ കമ്മ മുത്തസില്. നമ്മളൊക്കെ തടി പോലെ പലത് കൂടി ചേർന്നതല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദാത്ത്. നമ്മളുടെ തലയുണ്ട്, കൈകാലുകളുണ്ട്, ഓടലുണ്ട്, അതിന് 6 ഭാഗങ്ങളുണ്ട്. ഇതിനെ പൗതി, മുക്കാല്, 10-1, 100-1 എന്നൊക്കെ പറഞ്ഞിട്ട് വിഭജിക്കാൻ പറ്റും. അങ്ങനെ ദാത്തിൽ മുറക്കബല്ല, കമ്മ മുത്തസിലല്ല എന്ന് പറഞ്ഞാ. മറ്റേ കമ്മ മുൻഫസിലല്ല, ഉജൂദ് ദാത്തിൻ ഉഖറ തുമാസിലു ദാത്തൽ അലിയ, അള്ളാഹുവിന്റെ ഉന്നത ദാത്തിന് കിടയൊക്കുന്ന മിസിലായ വേറെ ദാത്ത് ഉണ്ടാകാൻ പാടില്ല. അത് കമ്മ മുൻഫസില. അപ്പൊ അള്ളാഹു തരുന്ന് അള്ളാഹിന്റെ മിസിലായ വേറെ ദാത്ത് പറയുമ്പോൾ തഅദ്ദുദ് എന്ത് വന്ന്? മുൻഫസിലായ അദദ് വന്നു. ചുരുക്കിയാണ് പറഞ്ഞാൽ ഐദാ അന്നഹു തആല ലൈസ ദാത്തുഹു, അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തല്ല മുറക്കബത്തൻ മിൻ അജ്സാഇൻ മുത്തസിലിൻ ബഅദുഹാ ബിബഅദ്, ബാളിനോട് ചേർന്ന് നിൽക്കുള്ള ജുസുകളെ കൊണ്ട് തർക്കീബ് ചെയ്യപ്പെട്ടതല്ല, പലത് കൊണ്ട് കൂടിച്ചേർന്നുണ്ടായതല്ലാണ്. ഇല്ല, അല്ല, മുത്തസിലായ ബാളിനോട് മുത്തസിലായ അജ്സാ കൊണ്ട് മുറക്കമാണ് ദാത്ത് എന്ന് വന്നാൽ ലക്കാന, അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്ത് ആയിത്തീരും മുമാസിലൽ ഹവാദിസി, പടപ്പുകളോട് തുല്യമായവനാവും. പിന്നെ തർക്കീബു, പടപ്പുകളൊക്കെ മുറക്കബാ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, യാസീനിൽ പറയുന്നത് അങ്ങനെ. എല്ലാ വസ്തുക്കളെയും ഇണകളായിട്ട് പടച്ച്, എല്ലാം ഇണകളാണ്. ഒരു രാവിനൊരു പകല്, ഒരു ഭൂമിക്കൊരു ആകാശം, ഒരു വെയിലിനൊരു മഴ, ഒരു നെഗറ്റീവിനൊരു പോസിറ്റീവ്, ഇങ്ങനെ എല്ലാം അസ്വാജായ. അതില്ലാത്തവൻ തൗഹീദിന്റെ ഉടമയാവുന്ന അള്ളാഹു മാത്രം, അവൻ മുറക്കമല്ല. അങ്ങനെ മുറക്കമാണെങ്കിൽ കേടണ്ടാവഹത്താജുറക്കിബുഹു, ഇതൊക്കെ പാടെ കൂടി തെർക്കീബ് ചെയ്യുന്ന ഒരാൾ വേണ്ടി വരും. അപ്പൊ അള്ളാഹു തആല ഹാദിസാണെന്ന് വരും. ഓ മൊഹാലുൻ, അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മറ്റൊന്നിലേക്ക് ആവശ്യമാകുമ്പോൾ ഹാദിസാണ് വരും. ഈ ഹാദിസായ മറ്റൊന്നിലേക്ക് ആവശ്യമുള്ള ആ ഹാദിസ് കദീമാണോ ഹാദിസാണോ എന്നുള്ള വരും. ഒന്നിലേക്ക് ദൗർത്തും അല്ലെങ്കിൽ തസൽസുല്. അത് കമ്മ് മുത്തസിന്റെ കഥ. വലൈസ ലഹു നദീറുൻ ഫീ ദാത്ത്, അള്ളാഹുവിന് തുല്യമായ മറ്റൊരു ദാത്ത് ലോകത്ത് ആർക്കുമില്ല. അപ്പൊ കമ്മ് മുൻഫസിൽ. അപ്പൊ അള്ളാഹു ദാത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പരിശുദ്ധ ദാത്ത് പലത് കൊണ്ട് ചേർന്നുണ്ടായതല്ല എന്നും അള്ളാഹുവിന്റെ ദാത്തിനോട് തുല്യമാവുന്ന മറ്റൊരു ദാത്തില്ല എന്നും ആണ് ആ ദാത്തിൽ വഹദാനിയത്ത് എന്ന് പറയുന്നത് ചുരുക്കം. ഇനി ഫി സിഫാത്തിഹിൽ അലിയ, ഫിദാത്തി ഔ സിഫാത്തിഹിൽ അലിയ എന്ന് പറഞ്ഞത് ദാത്തിൽ തഅദ്ദുദില്ല, സിഫാത്തിലും തഅദ്ദുദില്ല എന്ന് പറഞ്ഞാൽ അവിടെയും തന്നെ കമ്മ മുത്തസിലും ഇല്ല, കമ്മ മുൻഫസിലും ഇല്ല. അതിലെന്ന് പറഞ്ഞാൽ ദാത്ത് കമ്മ മുത്തസിലും അല്ല, അള്ളാഹു തആലാന്റെ ദാത്ത് കമ്മ മുൻഫസിലും അല്ല, കമ്മ മുത്തസിലും അല്ല, പലതുകൊണ്ട് ചേർന്നുണ്ടായതല്ല. അള്ളാഹുവിന്റെ ദാത്തിന് കിടവെക്കുന്ന വേറെ ദാത്തില്ല എന്നതുപോലെ അള്ളാഹുവിന്റെ സിഫത്ത് പലത് ചേർന്നുണ്ടായതല്ല, മുറക്കമല്ല. അള്ളാഹുവിന്റെ സിഫത്തിന് തുല്യമായ വേറെ സിഫത്ത് ലോകത്താർക്കും ഇല്ല. ലഫ്ളിലുണ്ടാവും, ലഫ്ളല്ല നോട്ടം. റഊഫ് റഹീമിന്റെ അവിടെയൊക്കെ പണ്ട് പറഞ്ഞേക്കാം, അത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ റഊഫ് റഹീം പറഞ്ഞ അവന്റെ സിഫത്താണ്. അത് വാജിബായ സിഫത്താണ്, വേറെ ആൾ കൊടുത്തിട്ടുണ്ടായതല്ല, അതിന് തുടക്കം കൊടുക്കൂല്ല. അത് അള്ളാഹിന്റെ ദാത്തിന് വാജിബാണ്. അതേസമയത്ത് നൃത്തങ്ങളുടെ റഊഫ് റഹീമോ അള്ളാഹ് കൊടുത്തിട്ടുണ്ടായതാണ്, പണ്ടില്ലാത്തത് അള്ളാഹ് കൊടുത്തപ്പോണ്ടായതാണ്. ഇനി അള്ളാഹു തആല വേണ്ടാന്ന് വെച്ചാൽ ഇല്ലാതെയാവും. ആ ലഫ്ളേ വെക്കണുള്ളൂ. അപ്പൊ അള്ളാഹിന്റെ സിഫത്ത് പോലത്തെ
സിഫത്ത് ലോകത്ത് വേറെ ആർക്കുമില്ല. അള്ളാന്റെ ഒരു സിഫത്ത്, രണ്ട് കുതിരത്ത്, രണ്ട് ഇറാദത്ത്, രണ്ട് ഇൽമ്, രണ്ട് ഹയാത്ത്, അങ്ങനെയില്ല. കുതിരത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിഫത്ത് തന്നെ ഉള്ളൂ. ഇറാദത്ത് എന്ന് പറയുന്ന ഒരൊറ്റ സിഫത്തേ ഉള്ളൂ. ഇൽമ് എന്ന് പറയുന്നതും ഹയാത്ത് എന്ന് പറയുന്നതും സമ എന്ന് പറയുന്നതും ബസർ എന്ന് പറയുന്നതും കലാമ് എന്ന് പറയുന്നതും ഒക്കെ ഒറ്റ സിഫത്തുകളാണ്, തഅദ്ദുദില്ല സിഫത്ത്. ഇനി അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് പോലെ, ഇറാദത്ത് പോലെ, ഇൽമ പോലെ, ഹയാത്ത് പോലെ, സമ പോലെ, ബസർ പോലെ, കലാമ് പോലെ ലോകത്ത് ആർക്കും സിഫത്തില്ല. പേര് ലഫ്ളുണ്ടോ എന്നല്ല, അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ വാജിബുൽ ലിദാത്തിഹ, അള്ളാഹുവിന്റെ പരിശുദ്ധതാത്തിന് വാജിബായതാണ്, മുംകിനല്ല. പടപ്പുകളൊക്കെ മുംകിനാണ്. അള്ളാഹുവിന്റെ സ്വയം ഉള്ളതാണ് ഒരാൾ കൊടുത്തിട്ട് കിട്ടിയല്ല. പടപ്പുകൾക്ക് സ്വയം ഉള്ളതല്ല ഒരാൾ കൊടുത്തിട്ട് കിട്ടുന്നതാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ എന്നെന്നും നിലനിൽക്കുന്നതാണ്. പടപ്പുകളുടെ സിഫത്ത് അള്ളാഹു നിലനിർത്തുന്നിടത്തോളേ നിലക്കുള്ളൂ. ഇപ്പൊ ലഫ്ളിനെ യോജിപ്പുള്ളൂ. പടപ്പുകളെ കുതിരത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയാം, ഇൽമുണ്ട് എന്ന് പറയാം, ഒരു ആലിമിനെ പറ്റിയിട്ട് ഇൽമുണ്ട് എന്ന് പറയാം. പക്ഷെ ആ ഇൽമൊന്നും അള്ളാഹിന്റെ ഇൽമ പോലെയല്ല. അപ്പൊ വഹദാനിയത്തു സിഫാത്തിയാൽ അള്ളാഹ്ക്കുള്ള സിഫത്തുകൾ വഹദാനിയത്തുൽ വുജൂബാണ് എന്ന് പറഞ്ഞത് തൻഫിയന്നു തആല അള്ളാഹുവിനെ തൊട്ടിട്ട് നഫി ചെയ്യുന്നു. അൽ കമ്മൽ മുത്തസില വൽ മുൻഫസില ഫിഹ, സിഫാത്തിലുള്ള കമ്മ മുത്തസിനെയും സിഫാത്തിലുള്ള കമ്മ മുൻഫസിനെയും നഫി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഐ തൻഫിൽ അദദ, അദദിനെ നിഷേധിക്കുന്നു. തഅദ്ദുദില്ല എവിടെ? ഫീ ഹഖീഖത്തി കുല്ലി വാഹിദത്തി മിന്ന, ഓരോ സിഫത്തിന്റെയും ഹഖീഖത്ത്. ഖുദ്റത്ത് എന്ന സിഫത്ത് അത് ഒന്നിലധികമല്ല, ഇറാദത്ത് എന്ന സിഫത്ത് ഒന്നിലധികമല്ല. വഹക്കദ എന്ന് പറഞ്ഞാൽ ഇന്നഹു തആല ലഹു ഹയാത്തുൻ വാഹിദ, ഹയാത്ത് ആണ് ഒറ്റ സിഫത്തേ ഉള്ളൂ. വഇൽമുൻ വാഹിദുൻ, അല്ലാഹു തആലക്ക് ഇൽമ് എന്ന് ഒരു സിഫത്തേ ഉള്ളൂ. വഹക്കദ, ഇങ്ങനെയുണ്ട് 7 സിഫത്ത് എണ്ണിക്കോളി, ഒക്കെ ഓരോ സിഫത്തേ ഉണ്ടാവുള്ളൂ. അപ്പോ ദാത്തിൽ ഒരുവനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ വഹദാനിയത്ത് കമ്മ മുത്തസിലിനെയും കമ്മ മുൻഫസിലിനെയും നഫി ചെയ്യുന്നു. ദാത്തിൽ സിഫാത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്ത് കമ്മ മുത്തസിലിനെയും കമ്മ മുൻഫസിലിനെയും നഫി ചെയ്യുന്നു. ഇനി വഹദാനിയത്ത് ഫിൽ അഫ്ആൽ, അവിടെ നല്ലോണം മനസ്സിലാക്കണ്ട്. വഹദാനിയത്തുൻ ഫിൽ ഫീലി ഐ അദമുൽ ഇസ്നാനിയത്തി ഫിൽ ഫീലി, അല്ലാഹു തആലാന്റെ അഫ്ആലുകളിലും ഒരുവനാണ് അവൻ. അള്ളാഹിന്റെ അഫ്ആലുകളിൽ ഒരുവനാണ് എന്ന് പറഞ്ഞാൽ യാനി അതായതുകൊണ്ട് മുസ്ലിം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്നഹു തആല മുത്തസിഫുൻ ബിവഹദാനിയത്തിൽ അഫ്ആൽ, ഫീലിലും തനിച്ചവനാണ്, ഒരുവനായവനാണ് എന്ന് പറഞ്ഞാൽ ഫലൈസ സമ്മ, എവിടെയുമില്ല, മൻ, ഒരു പടപ്പുമില്ല. അത് മലക്കായാലും വേണ്ടിയില്ല, അമ്പിയാക്കളായാലും വേണ്ടിയില്ല, ഔലിയാക്കളായാലും വേണ്ടിയില്ല, സാധാരണക്കാരായാലും വേണ്ടിയില്ല. ഈ മന്ന് അമ്മ ലഹു ഫീലും മിനൽ അഫ്ആലി സിവാഹു തആല, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു ഫീലും ഇല്ല. ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അഫ്ആലിൽ ശിർക്ക് വെച്ചവനായി. അല്ലോ മനസ്സിലാക്കണം. അള്ളാഹ് കൊടുത്തു വെച്ചേക്കാണ്, മൊബൈൽ കൊടുത്തതിലാണ് കൊടുത്തു വെച്ചേക്കാണ്, പിന്നെ ഓലാട് ചെയ്യാണെന്ന് പറഞ്ഞാൽ ശുദ്ധ വഹാബി വിശ്വാസം. അതാണ് മുഅ്തസില വിശ്വാസം. ആർക്കും അല്ലാഹു തആല ഒരു ഖുദ്റത്തും നേരത്തെ അഡ്വാൻസ് ആയി കൊടുത്തു വെച്ചിട്ടില്ല. എന്നാൽ ഹാദിസായ ഖുദ്റത്ത് അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഹാദിസായ ഖുദ്റത്ത് കൊണ്ടിട്ട് ഇല്ലാത്ത ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ഈജാദ് അതിന് കഴിയൂല. അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരാവുന്ന ഖൽഖ്, ഈജാദ്, അത് അള്ളാഹുവിന് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ ഫീല് അള്ളാഹുവിന് മാത്രമാണ്. പടപ്പുകൾക്കൊക്കെ മജാസിയായ ഫീലേ ഉള്ളൂ, ഹഖീഖിയായ ഫീലില്ല. എന്ന് പറഞ്ഞാൽ അഫ്ആലുകളുമായി പടപ്പുകൾ തഅല്ലുഖ് ചെയ്യുമ്പോൾ ഖൽഖ് ചെയ്യുന്നത് അള്ളാഹു തആലയാണ്. എന്നാൽ ഇഖ്തിയാരിയായ ചില ഫീലുകൾ, അത് വലിയൊരു വിഷയമാണ്, നല്ലോണം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അംറ് 2 തരത്തിലുണ്ട്. നല്ലോണം പഠിച്ചോളി. ഒന്ന് അംറു തക്വീൻ, ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാക്കുന്ന കാര്യം. അതിൽ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഖൽഖ് ഇജാദില്ല എന്ന് മാത്രമല്ല, അതിൽ ഇഖ്തിയാറുമില്ല. അല്ലാഹു യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ. വളരെ കൃത്യമായി അല്ലാഹു തആല തുറന്നു പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു യഖ്ലുഖു മാ യശാ, അല്ലാഹു എന്താണോ വേണ്ടുക വെച്ചത് അതിനെ അവൻ ഖൽഖ് ചെയ്യുന്നു. ഖൽഖ് അവന് മാത്രല്ല വയഖ്താറു, എന്ത് ഖൽഖ് ചെയ്യണം, എന്ത് ഖൽഖ് ചെയ്യണ്ട, എങ്ങനെ ഖൽഖ് ചെയ്യണം, എങ്ങനെ ഖൽഖ് ചെയ്യണ്ട,
എപ്പോൾ ഹൽക്ക് ചെയ്യണം, എപ്പോൾ ചെയ്യണ്ട, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതൊക്കെ ഇഖ്തിയാർ അള്ളാഹുവിന് മാത്രമാണ്. കണ്ടോ, അംറു തക്വീൻ പൂർണ്ണാർത്ഥത്തിലുള്ള ജബറാണ്. പേടിച്ചണ്ട, ശരിക്ക് സമാധാനത്തിൽ കേട്ടോളി. അംറു തക്വീൻ എന്നത് പടപ്പുകളെല്ലാം അതിൽ മജ്ബൂരിങ്ങളാണ്, ഒന്നും ചെയ്യാൻ കഴിയൂല. അള്ള പറഞ്ഞതാണ്. എന്നാൽ മറ്റൊന്നുണ്ട്, ഇത് വേറിച്ച് പഠിക്കാത്ത പലപ്പോഴും നമ്മുടെ സംശയത്തിന് കാരണം. അമൃത്തക്വീന് ഖിയാറില്ല, ജബറാണ്. അമൃത്തശ്രീ എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നുണ്ട്, നിയമവിധിവിലക്കുകളുടെ കൽപ്പന. അതിൽ മനുഷ്യർക്ക്, മുക്കല്ലഫുകൾക്ക് ഖിയാറുണ്ട്. അതായത് നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, അള്ളാഹ്ക്ക് വഴിപ്പെടണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം, നല്ലത് ചെയ്യണം, ചീത്തയെ വെടിയണം എന്നൊക്കെ പറയുന്ന തക്ലീഫിയായ ഉമൂറുകൾ. അംറു തക്ലീഫ് അത് ആഖിലും ബാലിഗുമായ മുക്കല്ലഫിനും അത് ആവുന്നുള്ളൂ. അവിടെ ഇഖ്തിയാറുണ്ട്. അതായത് ഈ മുക്കല്ലഫായ മനുഷ്യൻ നല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുകയും നല്ലതിന് വേണ്ടുക വെക്കുകയും ചെയ്യുമ്പോൾ അതിന് കസ്ബ് എന്ന് പറയും. ഈ കസ്ബിന് താബിയായിട്ട് അല്ലാഹു തആല ഖൽഖ് ചെയ്യും. അപ്പൊ അംറു തശ്രീഇൽ അങ്ങനെ തന്നെ പഠിച്ചോ. അംറു തശ്രീഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൽഖിന് എന്തിന് താബിയായിട്ട് ആ ഖൽഖ് ഉണ്ടാകുക? ഈ മുക്കല്ലഫായ മനുഷ്യന്റെ കസ്ബിന് താബിയായിട്ട്. കസ്ബ് എന്ന് പറഞ്ഞാൽ ഓന്റെ ഇഖ്തിയാർ. ഖൈർ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഖൈർ ചെയ്യാൻ അല്ലാഹു തആല ഹാദിസായ ഖുദ്റത്ത് തരും. അതുകൊണ്ട് ഓൻ കസ്ബ് ചെയ്യും. ഖദീമായ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു തആല ഖൽഖ് ചെയ്യും. അപ്പൊ ഈ തശ്രീഇയായ കാര്യങ്ങളിൽ, അങ്ങനെ പറയും, തശ്രീഇയായ കാര്യങ്ങളിൽ ഒരേ സമയത്ത് അല്ലാഹു തആലാന്റെ ഖൽഖും തഅല്ലുഖ് ചെയ്യുന്നുണ്ട്, മുകല്ലഫിന്റെ കസ്ബും തഅല്ലുഖ് ചെയ്യുന്നുണ്ട്. മുകല്ലഫിന്റെ കസ്ബ് കൊണ്ടിട്ട് ഖൽഖ് ഇജാദിന് കഴിയില്ല. അത് ഖദീമായ സിഫത്താവുന്ന അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടാണ് ഖൽഖ് ഇജാദ് ചെയ്യുന്നത്. ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? കസ്ബ് ഇഖ്തിയാർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പഠിച്ചോ. എപ്പോഴും നിങ്ങൾ ആ വേർതിരിവ് കേട്ടിട്ടുണ്ടാവില്ല. സംഗീത ഖുർആൻ പഠിപ്പിച്ചതാണ് നമ്മൾ. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, പലപ്പോഴും അത് നമ്മൾ കേൾക്കണ കൂടെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അംറു തക്വീനിൽ പടപ്പുകൾക്കാർക്കും അല്ലാഹു തആല ഖിയാർ കൊടുത്തിട്ടില്ല. അത് അള്ളാഹ് എങ്ങനെയാ വേണ്ടി വെച്ചത്? ഞാൻ ഇപ്പൊ പാണക്കാട് തങ്ങളെ മകനാണെന്ന് വെച്ചാൽ എന്നോട് സാധിക്കുവോ? കഴിയൂല. മമ്പോത്ത തങ്ങളെ കുടുംബക്കാരനാണെന്ന് ഉദ്ദേശിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് മക്കത്ത് ജനിക്കണേന്ന് ആദ്യം ആഗ്രഹിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അതൊക്കെ തക്വീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അള്ളാഹ് വേണ്ടൊക്കെ അള്ളാഹ് ആരെ മകനായിട്ടാണോ, ആരെ മകളായിട്ടാണോ, ഏത് നാട്ടിലാണോ, ഏത് കാലത്താണെന്നൊക്കെ അള്ളാഹ് തീരുമാനിക്കുക. ഞാൻ കറുത്തിട്ടാണോ, വെളുത്തിട്ടാണോ, തടിച്ചിട്ടാണോ, മെലിഞ്ഞിട്ടാണോ, നീട്ടുണ്ടായിട്ടാണോ, കുറിയതായിട്ടാണോ, അതൊക്കെ അള്ളാഹുവിന്റെ തക്വീനുമായി ബന്ധപ്പെട്ട അമ്രുകളാണ്. അതിലൊന്നും പടപ്പുകൾക്ക് ഒരു ഖിയാറുമില്ല. അവ എങ്ങനെ വേണ്ടി വെച്ചാൽ ഓരോട് വരും. അതേസമയത്ത് നിസ്കരിക്കണം, നോൻപ് വെൽക്കണം, കള്ളുടിക്കരുത്, കത്തടിക്കരുത്, കത്തിക്കുത്തുണ്ടാക്കരുത് എന്നൊക്കെ പറയുന്ന കൽപ്പനകളും വിരോധങ്ങളും, അതിന് അംറു തക്ലീഫ്. ഈ അംറു തക്ലീഫിൽ മുകല്ലഫിന് ഖിയാറുണ്ട്. അതിന് കസ്ബ് എന്നാ പറയാം. ഖൽഖ് അവനോട് കഴിയൂല. ഖൽഖ് അല്ലാഹുവിന് തന്നെ. അതിൽ അമ്പിയാക്കളെന്നോ ഔലിയാക്കളെന്നോ മലായിക്കത്തെന്നോ ഉലമാ എന്നോ ആരിഫീങ്ങളെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരു കണക്കാ. കസ്ബേ ഉള്ളൂ, ഖൽഖില്ല. ഖൽഖ് അല്ലാഹുൽ മുൻഹസറാണ്. മറിച്ച് വിശ്വസിച്ചാൽ ഷിർക്കായി. ഒരു വലിയ അല്ലെങ്കിൽ ഒരു നബി അല്ലെങ്കിൽ ഒരു മലക്ക് ഖൽഖ് ചെയ്യും എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്. അഫ്ആലിൽ ഷിർക്ക് വെച്ചു. അല്ലാഹുവിന് മാത്രമേ ഫീലുള്ളൂ. ഫലൈസ സമ്മ മൻ ലഹു ഫീലും മിനൽ അഫ്ആലി സിവാ. അല്ലാതെ ഒരാൾക്കും ഒരു ഫീലും ഇല്ല. കാരണം എന്തുകൊണ്ട്? ഇത് കുല്ലുൻ ആജിസുൻ, അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തിൽപ്പെട്ട ദൂ മിറത്തിൻ ഫസ്തവ വഹുവ ബിൽ ഉഫുഖിൽ അഅല എന്ന മലായികത്തിന്റെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും സ്വന്തമായി ഒന്നും ഖൽഖ് ചെയ്യാൻ കഴിയൂല. ജിന്നിൻസിന്റെ സയ്യിദായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സ്വന്തമായ ഒരു വസ്തുവിനെയും ഖൽഖ് ഇജാദ് ചെയ്യാൻ കഴിയും. കസ്ബ് ഇഖ്തിയാർ ചെയ്യാം. ചിലര് സബബാടില്ലേ, സബബ് ആദിയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നുള്ളൂ. സബബ് ഹഖീഖി വിശ്വാസം ഫലാസിഫത്തിന്റെ വിശ്വാസം അത് കുഫറിലേക്ക് കൂട്ടുക. അല്ലാഹു തആലാക്ക് ഈ സബബിലേക്ക് ഹാജത്തുണ്ട് എന്നർത്ഥം വരും.
അപ്പൊ അള്ളാഹു തആല പടപ്പുകളിലേക്ക് ആശ്രയിക്കുന്നു എന്ന് പറയുന്ന കുഫ്രിയത്തിന്റെ വിശ്വാസത്തിൽ അതും ചെന്ന് ചാടും. ഇത് കുല്ലു നാജിസു മാസിവാഹു, അള്ളാഹു അല്ലാത്ത ഏത് വസ്തുവും, അത് ചെറുത് വലുത് മോളുള്ളത് താഴെയുള്ളത് ഒന്നും വേണ്ട, അള്ളാഹു അല്ലാത്ത ഏത് വസ്തുവും ലാ തഅ്സീറ ലഹു, അതിന് സ്വയം സ്വാധീനമില്ല, ഫി ശൈഇൻ മിനൽ അശ്യാ, വലുതോ ചെറുതോ മോളുള്ളതോ താഴെയുള്ളതോ കാണുന്നതോ കാണപ്പെടാത്തതോ ആയ ഒന്നിനും തഅ്സീർ ചെയ്യാൻ അള്ളാഹുവിന്റെ ഖദീമായ ഖുദ്റത്തിന് മാത്രമേ കഴിയൂ. രണ്ട് തരം ഖുദ്റത്തുണ്ട് ഇവിടെ. ഒന്ന് അള്ളാഹുവിന്റെ ഖദീമായ ഖുദ്റത്ത്, അതൊരു വഹ്ദാനിയത്തുള്ളവനാണ് അവൻ. ആ ഖുദ്റത്ത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾക്കുമില്ല. ആ ഖദീമായ ഖുദ്റത്ത് കൊണ്ടാണ് ഖൽഖ് ഈജാദ് ചെയ്യുക, വേറെ ആർക്കും അതിന് അധികാരമില്ല. എന്നാ പടപ്പുകൾക്ക് ഖുദ്റത്തുണ്ട്. ആ ഖുദ്റത്ത് ഹാദിസായ ഖുദ്റത്ത് എന്നാ പറയാ. പടപ്പുകളുടെ ഹാദിസായ ഖുദ്റത്ത് കൊണ്ട് ഖൽഖ് ഈജാദ് ചെയ്യാൻ കഴിയില്ല, മറിച്ച് കസ്ബ് ഇഖ്തിയാർ ചെയ്യാൻ മാത്രമേ കഴിയൂ. എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചപ്പോൾ വിശപ്പ് മാറി, വെള്ളം കുടിച്ചപ്പോൾ ദാഹം മാറി, വെട്ടിയപ്പോൾ മുറിഞ്ഞു, തീയിലിട്ടപ്പോൾ കരിഞ്ഞു, ഇങ്ങനെ പറയണ്ട്. എങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചത് കൊണ്ട് വിശപ്പ് മാറി, വെള്ളം കുടിച്ചത് കൊണ്ട് ദാഹം മാറി, വെട്ടിയത് കൊണ്ട് മുറിഞ്ഞു, തീയിലിട്ടത് കൊണ്ട് കരിഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. ഈ സബബ് കൊണ്ടാണ് അത് ഉണ്ടായത് എന്നാണ് അതിന്റെ അർത്ഥം. അതിന് സബബ് ഹഖീഖി എന്നാ പറയാ. അപ്പൊ അള്ളാഹു തആലക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ സബബ് വേണമെന്ന് വരും. അപ്പൊ അള്ളാഹു തആല സബബിലേക്ക് ഹാജത്തുണ്ട് എന്ന് വരും. അത് നമ്മൾ ഈമാൻ കേട് വരുത്തും. മറിച്ച് എന്താ വേണ്ടത്, വെള്ളം കുടിക്കുക എന്ന സംഗതി നമ്മളിൽ ഉണ്ടായ സമയത്താണ് അള്ളാഹു തആല വിശപ്പ് ദാഹം മാറ്റുക എന്നതിനെ ഖൽഖ് ചെയ്ത്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന കസ്ബ് നമ്മൾ ചെയ്തപ്പോഴാണ് അള്ളാഹു തആല വിശപ്പ് മാറ്റുക എന്നതിനെ ഖൽഖ് ചെയ്തത്. രണ്ടും ഒരു സമയത്താണ്. അതാണ് സബബ് ആദി എന്ന് പറഞ്ഞത്. ആദത്തുൽ ജാരിയ ഇത് ചെയ്യുമ്പോൾ വെട്ടുമ്പോഴാണ് മുറിയല്, വെട്ടിയത് കൊണ്ടല്ല മുറിയുന്നത്. മുറിയ എന്നതിന് അള്ളാഹു ഖൽഖ് ചെയ്യാം. തീയിലിടുമ്പോൾ കരിയുന്നു, തീയിലിട്ടത് കൊണ്ടല്ല കരിഞ്ഞത്, അള്ളാഹു തആല കരിച്ചിലിനെ പടച്ചത് കൊണ്ടാണ്. കൃത്യമായിട്ട് വേറിച്ച് പഠിച്ചോളം. അഖീദയാണ് ഇത്, കുട്ടികളിയല്ല. വഹ്ദാനിയത്ത് സിഫത്തുകളുടെ കൂട്ടത്തിൽ അഖീദയിൽ ഏറ്റവും പ്രധാനം രണ്ട് കൂട്ടരാ പടപ്പുകൾ മൊത്തം. ഒന്ന്, ഒരു സൃഷ്ടാവാവുന്ന ഇലാഹിനെ നിഷേധിക്കുന്നവർ. പക്ഷെ ഈ ലോകത്ത് വളരെ ചെറിയ ബുദ്ധിയില്ലാത്ത ചെറിയ ന്യൂനപക്ഷം, മഹാഭൂരിപക്ഷം വരുന്ന ജിന്നിൻസും ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള മഹാഭൂരിപക്ഷം സൃഷ്ടാവിൽ വിശ്വസിക്കുമ്പോൾ ഈ മഹാഭൂരിപക്ഷത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷവും ദൈവവിശ്വാസികളാവുന്ന മഹാഭൂരിപക്ഷവും തൗഹീദ് അംഗീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അഖീദയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്ത് തൗഹീദാണ്. തൗഹീദ് ദാത്തില്, തൗഹീദ് സിഫാത്തില്, തൗഹീദ് അഫ്ആലിൽ. അതാണ് ഏറ്റവും പ്രധാനം. അതിലിപ്പോ തൗഹീദ് അഫ്ആലാണ് നമ്മൾ പ്രത്യേകം ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അല്ലാതെ ഒരു ഫീലിനെയും ഖൽഖ് ചെയ്യുന്നില്ല. മറിച്ച് നമ്മളൊക്കെ ചിലപ്പോ സബബാണെങ്കിൽ ഷേഖ് സബബാവും, മൻബോർത്ത് തങ്ങൾ സബബാവും, ബദരീങ്ങൾ സബബാവും, ചിലപ്പോ സിയം വലിയുള്ളാഹി സബബാവും, മുത്തുനബി തങ്ങൾ സബബാവും. ഈ സബബിനൊക്കെ എന്തേ അർത്ഥമുള്ളൂ? ഹഖീഖി ആ സബബ് എന്നല്ല അതിന്റെ അർത്ഥം. സബബ് ആദീൻ, അവര് ദുആ ചെയ്തപ്പോൾ, അവർ അല്ലാഹുവിലേക്ക് തവജ്ജുഹ് ചെയ്തപ്പോൾ അപ്പോഴാണ് അല്ലാഹു തആല, അതുകൊണ്ടാണ് എന്നല്ല, അപ്പോഴാണ്. സബബ് ഹഖീഖി എന്ന വിശ്വാസം അഹ്ലുസുന്നത്തിനില്ല. ഞാൻ എന്റെ ദലീൽ ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.